പലരും ട്രേഡിങ്ങിനെ കാണുന്നത് എന്തോ ഒരു മാജിക് പോട്ട് പോലാണ്. അതായത് നമ്മൾ അതിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് ഇരട്ടിച്ച് വരുന്ന ഒരു സാധനം പോലാണ്. ചിലർ കാണുന്ന ഒരു ജാക്ക് പോട്ട് പോലാണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു മൈൻഡിലാണ്. പക്ഷെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്, പഠനം, എക്സ്പീരിയൻസ് ഇതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി ക്ഷമ, ഇമോഷണൽ കൺട്രോള്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരാളുടെ 1-2 വീഡിയോ കണ്ടിട്ട് നമുക്ക് നല്ലൊരു ട്രേഡറായിട്ട് മാറാനൊന്നും സാധിക്കില്ല. അത് ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകൾക്കും നല്ലൊരു ട്രേഡർ ആകാൻ സാധിക്കാത്തത്. അല്ല, എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ആളുകൾ മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്ത് വെറുതെ ഇങ്ങനെ സമയം കളഞ്ഞ് ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെടാതെ രാവിലെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്ത് പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാ ആളുകൾക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ലത്. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് പറ്റുന്നതാണോ ഇല്ലെന്നുള്ളത്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിൽ സ്കാൽപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ സ്കാൽപ്പിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് സ്കാൽപ്പിംഗ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് സ്കാൽപ്പിംഗ് ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ സ്കാൽപ്പിംഗ് പഠിച്ചതെന്നും എങ്ങനെയാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ട് സ്കാൽപ്പിംഗ് ചെയ്യുന്നതെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ആരുടെയെങ്കിലും 1-2 അല്ലെങ്കിൽ എൻ്റെ തന്നെ ആണെങ്കിലും 1-2 വീഡിയോ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അതിന് ടൈം എടുക്കും, നമ്മൾ അതിനായിട്ട് കഷ്ടപ്പെടണം, നമ്മൾ അതിനകത്ത് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സമയത്തേക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്ത് ആ കുറച്ച് സമയം കൊണ്ട് മാർക്കറ്റിലെ ചെറിയൊരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്ത് ഇറങ്ങുന്നതാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 45 മിനിറ്റ്സിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാനാണ് ഞാൻ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്. പല ആൾക്കാരും പല രീതിയാണ്, പലർക്കും പല രീതികളാണ് സാധിക്കുന്നത്. ചിലർ പറയുന്നുണ്ടാവും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ട്രേഡിലേക്ക് കയറാമെന്ന്. പക്ഷേ എൻ്റെ രീതി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന രീതി ഡിഫറൻ്റ് ആണ്. ഞാൻ ആദ്യത്തെ ഒരു 45 മിനിറ്റിലായിരിക്കും ഞാൻ കൂടുതലായിട്ടും ട്രേഡ് എടുക്കുന്നത്. കാരണം നല്ല മൊമെൻറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പരിചയമുള്ള സ്റ്റോക്ക് ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അതിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മൂവ്മെൻ്റ് ഒക്കെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരിചയമുള്ള സ്റ്റോക്കിൽ ചെയ്യണമെന്നുള്ളത്. എൻ്റെ ഒരു സ്ഥിരം വേട്ടമൃഗമായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. സോ അപ് ട്രെൻഡ് ഉള്ള സമയത്തായാലും ഡൗൺ ട്രെൻഡ് ഉള്ള സമയത്തായാലും നന്നായിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധിച്ചിരുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1169 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് അത് കുറഞ്ഞിപ്പോൾ ഏകദേശം 660 എന്ന് പറയുന്ന റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. അത്രത്തോളം ആ സ്റ്റോക്ക് വീണിട്ടുണ്ട്. സോ ഈ ഒരു ഡൗൺഫോളിൻ്റെ സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ അതിനകത്ത് ഷോർട്ട് ചെയ്ത് സ്കാൽപ്പിംഗ് ഷോർട്ട് ചെയ്ത് നന്നായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എൻ്റെ രീതി ഞാൻ എങ്ങനെയാണ് സ്കാൽപ്പിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബം സാമ്പത്തികമായിട്ട് സുരക്ഷിതമായിട്ടിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണ് അയാളുടെ കുടുംബം ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ അയാൾ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് ക്യാൻസർ പോലുള്ള എന്തെങ്കിലും ഗുരുതര രോഗങ്ങൾ വരികയോ ഇനി അപകടത്തിൽ ഏതെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താവും? അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ പലതും പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സഹായത്തിന് വേണ്ടിയിട്ട് പല വീഡിയോ ചെയ്യുന്നതായിട്ടും പല ആളുകളെ സമീപിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ തന്നെ കാണാറുണ്ട്. GPay നമ്പറൊക്കെ കൊടുത്തിട്ട് നമ്മൾ തന്നെ പലരും അതിലേക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനൊരു സാഹചര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അയാൾക്കൊരു ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം അഭ്യർത്ഥിക്കാതെ തന്നെ അയാൾക്ക് കവർ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസിന് എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒട്ടനവധി കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏകദേശം 695 രൂപയിൽ മന്ത്ലി പ്രീമിയം തുടങ്ങുന്ന 2 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. കൂടാതെ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ 15% വരെ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. NRIസിനൊക്കെയാണെങ്കിൽ 18% വരുന്ന GST അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ 100% ക്ലെയിം ഉറപ്പ് തരുന്ന പ്ലാനുകളുണ്ട്. അതായത് നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് അവർ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാതെ ഫുൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് തരുന്ന പ്ലാനുകളുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രീമിയം തുക കൂടും. അതുപോലെ നമുക്ക് ടേം ഇൻഷുറൻസ് ലഭിക്കാനുള്ള സാധ്യതകൾ കുറയും, ഓഫർ ചെയ്യുന്ന കമ്പനികൾ കുറയും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എടുത്തു വെക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എടുക്കുന്നതാണ് നല്ലത്. സോ താല്പര്യമുള്ളവർ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്കാൽപ്പിംഗ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് ഒരു മിനിമം ഒരു 50,000 രൂപ ക്യാപിറ്റലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
കാരണം നമ്മൾ ചെറിയൊരു പ്രോഫിറ്റാണ്, ചെറിയൊരു മൊമെൻ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അല്ല നമ്മൾ മാർക്കറ്റിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരുന്ന് നല്ലൊരു പ്രൈസ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് മാർക്കറ്റിന് നമ്മളെ ഒരുപാട് നേരത്തേക്ക് ഇമോഷണലി വൾണറബിൾ ആക്കാൻ സാധിക്കില്ല. കാരണം നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്തിറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു പ്രോഫിറ്റ്, ചിലപ്പോൾ ഒരു 5-6 പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ഈ സ്റ്റോക്ക് കയറുന്നത്. അപ്പോൾ ആ ചെറിയൊരു മൊമെന്റം ക്യാപ്ചർ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നു, ഒന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ട്രേഡിങ്ങിനെ പറ്റി അത്യാവശ്യം ഒരു ബേസിക് നോളജ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പരീക്ഷിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ചെറിയൊരു സമയത്തേക്കാണ് ഈ ട്രേഡിൽ കയറുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഒരു 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 10 മണിക്കുള്ളിൽ ഉള്ള സമയത്താണ് ഞാൻ ഒരു 80% ട്രേഡ് എടുക്കാറ്. കാരണം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടും. ഇപ്പം ഞാൻ തന്നെ 9:15 9:16 ട്രേഡിന് കയറിയിട്ട് 9:17 9:18 ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ ട്രേഡ് ചെയ്ത് ഇറങ്ങാറുണ്ട്. അപ്പോൾ ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് അത് കാണാം. സോ അത്രയും ചെറിയ സമയമാണ് ഞാൻ സ്കാൽപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു മാസത്തിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 22 ദിവസമാണ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബുൾ മാർക്കറ്റിൽ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടു നാളെ മറ്റന്നാളൊക്കെ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ ഒരു ഇൻട്രാഡേയിൽ ഈ സ്കാൽപ്പിങ് ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമേ ഇല്ല. മാർക്കറ്റ് മുകളിലേക്ക് പോയാലും നമ്മളത് ബാധിക്കുന്നില്ല, മാർക്കറ്റ് താഴേക്ക് വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. നമ്മൾ കയറുക ഒരു ചെറിയൊരു സമയം, ഒരു 5 മിനിറ്റിലേക്ക് ട്രേഡ് ചെയ്തുള്ള പ്രോഫിറ്റും കൊണ്ട് ഇറങ്ങുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം എത്ര രൂപ നഷ്ടം ഉണ്ടാവും എന്ന് നമുക്ക് നേരത്തെ അറിയാം, അത് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം റൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റൺ ചെയ്യാം, അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പൈസ ഉണ്ടാക്കണം, എനിക്ക് ഇത്ര ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആർത്തിയോടുകൂടി ഗ്രീഡിയോടുകൂടി ഒരിക്കലും നമ്മൾ ഈ ട്രേഡ് ചെയ്യരുത്. കാരണം എന്നൊക്കെ അങ്ങനെ ഒരു ആർത്തിയോടുകൂടി ഗ്രീഡിയോടുകൂടി ട്രേഡ് ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്തിട്ടൊരു ഗെയിം പോലെ ഇത് കാണുക. അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു നോർമൽ ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ ഇതിനൊരു പാസീവ് ഇൻകമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു 1000-1200 രൂപയ്ക്കാണ് മാക്സിമം ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഒരു ദിവസം ഒരു 3 ട്രേഡിൽ കൂടുതൽ എടുക്കാതിരിക്കുക. ഇപ്പോൾ ആദ്യത്തെ ട്രേഡിൽ നല്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഗ്രീഡി ആവും, ഒരു അത്യാർത്ഥിയാവും, ഇനിയും പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിൽ വീണ്ടും കയറി ട്രേഡ് ചെയ്യും. ഈ ആദ്യം ഉണ്ടാക്കി വെച്ച പൈസയും കൂടെ അങ്ങ് പോകും. വേറെ ചില ആളുകളെന്ന് പറയുന്നത് ആദ്യത്തെ ട്രേഡിൽ ഒരു 500 രൂപ നഷ്ടം വരും, പോയത് പോട്ടെ എന്ന് വെക്കാതെ വീണ്ടും ഈ പോയ 500 രൂപ ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കയറി ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത 1000 രൂപയായിരിക്കും പോകുന്നത്. അപ്പോൾ 500 രൂപ നഷ്ടത്തിൽ തീരേണ്ടത് 1500 രൂപ നഷ്ടത്തിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് മതി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതായത് ഒരു 1000-1200 രൂപ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അന്നത്തെ ദിവസം വേറെ ട്രേഡിലൊന്നും കയറില്ല. കാരണം നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രോഫിറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത്. സോ ആ ഒരു ഗ്രീഡി മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന പ്രോഫിറ്റ് സേഫ് ആക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടാറ്റ മോട്ടോഴ്സ് 680 ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 റെഡ് ക്യാൻഡിൽ വന്നിരിക്കട്ടെ. അപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിലും സ്വാഭാവികമായിട്ടും നല്ല രീതിയിലൊന്നും താഴേക്ക് വന്നിട്ടായിരിക്കും തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ടുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഓൾമോസ്റ്റ് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, ഇത് താഴേക്ക് തന്നെ പോവോ ഇല്ലെന്നൊക്കെ ഉള്ളത്. ചില സമയത്തൊക്കെ തെറ്റാറുമുണ്ട്, എന്നാലും സ്റ്റോപ്പ് ലോസ് ഉള്ളത് കാരണം വളരെ നിസ്സാരമായിട്ടുള്ള നഷ്ടം മാത്രമേ ഉണ്ടാവാറുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ 680 രൂപ വെച്ച് 400 ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്യുകയാണ്. കാരണം മാർക്കറ്റ് താഴേക്ക് വരികയാണല്ലോ. സോ നമ്മൾ 680 സെല്ല് ചെയ്യുന്നിരിക്കട്ടെ, മാർക്കറ്റ് താഴേക്ക് വരുന്നു, ഒരു 676 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് ഇതൊരു സപ്പോർട്ട് ഫേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ആ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 676 വെച്ച് എക്സിറ്റ് ചെയ്യാം. 4 രൂപ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. 4 രൂപ പ്രോഫിറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 1600 രൂപ പ്രോഫിറ്റ് ആയി. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഉദ്ദേശിക്കാനും ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ 682 സ്റ്റോക്ക് പോകുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുക. ആ ഒരു 800 രൂപ ലോസ് നമ്മൾ അംഗീകരിച്ച് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ലോങ് ടൈമിൽ ഇനിയിപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാണ് പോലും ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ ഹെഡും ടെയിലും വരാൻ 50-50 ചാൻസ് എന്ന് പറയുന്ന പോലെ ഇത് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും 50-50 ആണ് ചാൻസ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ 1600 കിട്ടുകയും ലോസ് വന്നാൽ 800 രൂപയാവുകയും ചെയ്യുമ്പോൾ ലോങ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ട് സംഭവിക്കുന്നത് പ്രോഫിറ്റ് മാത്രമായിരിക്കും. പക്ഷേ അവിടെയും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം നമുക്ക് ഇമോഷൻ കൺട്രോൾ, ഡിസിപ്ലിൻ എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 680 നമ്മൾ സെല്ല് ചെയ്ത കാര്യം 682 ആകുമ്പോൾ അപ്പോൾ 800 രൂപ പോയല്ലോ എന്ന് പേടിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ 1200 രൂപ ആകുന്നത്.
പെട്ടെന്നായിരിക്കും പോകുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇനി താഴേക്കോ മുകളിലേക്കോ എങ്ങോട്ടോ വരും അത് പോയിക്കോട്ടെ, ഒന്നും ആലോചിക്കുക, അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റിലേക്ക് നോക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇത് താഴേക്ക് തന്നെ പോയി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ പോയേക്കാം. അപ്പോൾ അത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ട്രേഡ് എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു എന്ന് മാത്രം വിചാരിച്ച് അവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്ത് പോവുക. ഇനി മറ്റൊരു സിനാറിയോ, നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അതായത് 680 സെല്ല് ചെയ്തു, 676 നമ്മുടെ ടാർഗറ്റ്. ബൈ ചാൻസ് ഇത് 676 കഴിഞ്ഞ് വീണ്ടും താഴേക്ക് ഇടിയുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റിനെ, അതായത് 676 എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ടാർഗറ്റിനെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആക്കി സെറ്റ് ചെയ്യുക. നമ്മൾ 682 സെറ്റ് ചെയ്ത സ്റ്റോപ്പ് ലോസിനെ എടുത്ത് ഈ 676 കൊണ്ടുവെക്കുക. അപ്പോൾ ഉള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ, വീണ്ടും ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറുകയാണെങ്കിൽ പോലും നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അവിടെയും നമുക്ക് 1200 രൂപ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്കിതിനെ റൺ ചെയ്യാം. പിന്നെ ഈ സ്റ്റോപ്പ് ലോസ്, ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ഇതിനെ റൺ ചെയ്യാം. എത്രത്തോളം ഇത് താഴേക്ക് പോകും എന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റൺ ചെയ്ത് എവിടെ വെച്ചൊരു ബീറിഷ് ക്യാൻഡിൽ കാണുന്നോ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കാതെ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ എവിടെ വെച്ചൊരു റെഡ് ക്യാൻഡിൽ കാണുന്നു അവിടെ വെച്ച് ഇതിനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് ഹാപ്പി ആകുക, ഗ്രീഡി ആവാതെ അവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്ത് സിസ്റ്റം ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. നമ്മൾ ഡെയിലി ഫുൾ ടൈം ഇതിൻ്റെ മുമ്പിൽ കയറി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്കാൽപ്പിംഗ് ചെയ്യുന്നത്. ഞാൻ സ്കാൽപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. പുറകോട്ടുള്ള വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാൻ എത്ര രൂപ നമുക്ക് ആവശ്യമുണ്ട്? ഇപ്പോൾ 680 രൂപ വെച്ച് 400 ക്വാണ്ടിറ്റി. പക്ഷേ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ബ്രോക്കറിലും ലിവറേജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ സെറോദയൊക്കെ ആണെങ്കിൽ 5x ലിവറേജ് നൽകുന്നുണ്ട്. സോ 5x ലിവറേജ് എന്ന് പറയുമ്പോൾ ഈ 2,72,000 ഡിവൈഡ് ബൈ 5. സോ നമുക്ക് 54,400 രൂപയുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഏകദേശം ഒരു 50,000 to 60,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ മിനിമം അത്രയും ഒരു ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. ഇപ്പോൾ ഈ ഒരു 54,400 രൂപ അല്ലെങ്കിൽ ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 1,000-1,200 രൂപ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇമോഷണൽ കൺട്രോൾ വേണം, ഡിസിപ്ലിൻ വേണം. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് കുറേ നാളത്തെ നമ്മുടെ സ്ക്രീൻ അവേഴ്സ്, നമ്മൾ ഇതിൻ്റെ പുറകെ കുറേ നാളത്തെ ചാർട്ട് അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് തന്നെ ബിൽഡായിട്ട് വരുന്നത്. ചില ആളുകൾക്ക് പിന്നെ കുറേ നാൾ ഇതൊക്കെ ചിലവഴിച്ചാലും അവർക്ക് അതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറില്ല. സോ അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കോ ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ, മാക്സിമം 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഒരു 15 മിനിറ്റ് ആയിട്ട് ഒന്നും കാണുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൂവ്മെന്റ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് എക്സിറ്റ് ചെയ്തേക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസിപ്ലിൻഡ് ആയിട്ട് ഇമോഷൻ കൺട്രോൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നാളത്തെ എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഇന്ന് നമ്മൾ നോക്കി, ഇന്ന് എൻ്റെ വീഡിയോ കൊണ്ട് നാളെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യം കുറേ നാളത്തേക്ക് പേപ്പർ ട്രേഡ് ചെയ്യുക. പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് എഴുതുക. അതായത് ഇപ്പോൾ നമ്മൾ ഇത്ര രൂപയിൽ ഞാൻ എൻട്രി എടുത്തു, ഇമാജിനറി സിറ്റുവേഷൻ, ഇത്ര രൂപയിൽ ഞാൻ എൻട്രി എടുത്തു, ഇത്ര രൂപയാണ് എൻ്റെ ടാർഗറ്റ്, ഇത്ര രൂപയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. എന്നിട്ട് അത് നിങ്ങൾക്ക് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കുക. വർക്ക് ആകുന്നില്ലെങ്കിൽ അത് മാക്സിമം ട്രൈ ചെയ്ത് ആ ഒരു കൺട്രോളും ആ ഒരു ഇമോഷണൽ കൺട്രോളും ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് റിയൽ പൈസ ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഇട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം വലിയൊരു എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിസ്സാരം 695 രൂപയിൽ തുടങ്ങി 2 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന പ്ലാനുകളുണ്ട്. സോ എല്ലാ ആളുകളും തീർച്ചയായിട്ടും എടുത്തു വെക്കുക. അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.